വേണം. നിങ്ങൾ പാടിയില്ല, വേറെ ആരെങ്കിലും പാട്ട് പാട്. അതെ, കൊച്ചമ്മേന്റെ പാട്. പാട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ പോവാ. ആദ്യം കൊച്ചമാൻറ്റിക്ക് കൊടുക്കുന്നില്ല. എല്ലാരും മടിച്ചിരിക്കുന്നു. ആരുമില്ലേ? പേരൊക്കെ പറയണം, പള്ളി പറയണം, പറയാമെങ്കിലും. എന്റെ പേര് ഏബ്രഹാം സ്വാമിയിൽ. അച്ഛൻ കുഞ്ഞെന്ന് എന്നെ സന്തോഷപൂർവ്വം എല്ലാവരും വിളിക്കും. അച്ഛൻ അവിടെ ഇരിക്കുന്നു, കുഞ്ഞ് ഇവിടെ ഇരിക്കുന്നു. ഇമ്മാനുവേൽ മാർത്തോമ ചർച്ച് നോർത്ത് പുന്നക്കുന്നെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ സ്ഥലത്തെ കുറിച്ചൊരു വിവരം കിട്ടി. ഞാൻ ജനിച്ചത് മേടം 10-ന്. അത് മലയാളത്തിന്റെ ഇതനുസരിച്ച് ഏറ്റവും നല്ലൊരു ദിവസമാണ് 10ാമത്. അപ്പച്ചനും മാത്രമേ വന്നുള്ളൂ, അമ്മ വന്നില്ല. അവർ ചോദിച്ചു ഇവന്റെ ജന്മതീയതി എത്രയാണ്. അപ്പൊ അപ്പച്ചൻ പറഞ്ഞു മേടം 10. ഉടനെ അവിടെ നിന്ന് ടീച്ചർ എഴുതി May 10. അങ്ങനെ എന്റെ 10th May ആയി എന്റെ ബർത്ത്ഡേ. അങ്ങനെയാണ് അതങ്ങനെ തുടങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ ആദ്യം ഈ വെമ്പള്ളിപ്പുടം എന്ന് പറയുന്നതിന്റെ തെക്ക് ഭാഗത്തൊരു വലിയ ഷെഡായിരുന്നു. ഇതുപോലെ ഇങ്ങനെ പരമ്പ് വെട്ടി ഓലമേഞ്ഞ് വലിയ ഷെഡായിരുന്നു. അതങ്ങ് വീണു. ഞാൻ അവിടെ ചെന്നോണ്ടാണെന്ന് എനിക്കറിയത്തില്ല, അത് വീണു. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് വാലുകാലയിലെ റബ്ബർ തോട്ടത്തിലൊരു 3 അവര് താമസിച്ചുകൊണ്ടിരുന്ന ഒരു കുടുംബ വീടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഞങ്ങൾ എല്ലാവരെയും കൂടെ കൊണ്ടുപോയി. ഇടത്തൊക്കെ തോന്നുന്നെങ്കിൽ പറയണേ. അതിന് അവിടെയൊക്കെ ഞങ്ങളെ കൊണ്ട് ഇരുത്താനായിട്ട് കൊണ്ടുപോയി. അപ്പൊ ഈ ഓരോ ക്ലാസ്സിലും 4ാം ക്ലാസ് വരെ ഉള്ളൂ. ഓരോ ക്ലാസ്സിലുമുള്ള ബെഞ്ചിലിരുത്തി, അന്ന് കൂടുതലുണ്ട് കുട്ടികൾ. അപ്പം ഒരു ബെഞ്ചിലേക്ക് ഇരിക്കാൻ 3 പെൺകുട്ടികളെ ഉള്ളൂ, ഞങ്ങൾ ആൺകുട്ടികളും. അപ്പൊ സാർ വിചാരിച്ചു ഞാൻ ചെറുതാണല്ലോ, വലിയ ഉപദ്രവം ഇല്ലാത്തവനാണെന്ന് വിചാരിച്ചു എന്നോട് പറഞ്ഞു ഈ ബെഞ്ചിലിരിക്കാൻ. അപ്പൊ ഞാനും എന്റെ ഒരു സുഹൃത്ത് അമ്പിളി എന്ന് പേരുള്ള ഒരാളും കൂടെ, ഈ 2 പേര്, ഞാൻ പേരൊക്കെ മാറ്റി പറയത്തില്ലയോ കഥയല്ലേ, ഞങ്ങളെ 2 പേരെ അവിടെ ഇരുത്താൻ വേണ്ടി ശ്രമിച്ചു. അപ്പൊ ഞങ്ങൾ ഇരിക്കാവുന്ന സമ്മതിച്ചു. ഞാൻ സന്തോഷം. ഞാനപ്പോ ഈ അമ്പിളിയോട് പറഞ്ഞു, അമ്പിളി നീ 1ാമതങ്ങിരുന്നു, ഞാൻ 2ാമതിരിക്കാം. അതിന് കാര്യം എന്തുവാ, 3ാമതിരിക്കുന്ന സുധർമ്മയാണ്, അതിന്റെ കൂട്ടത്തില് എനിക്ക് ഇരിക്കാം. അതിനുവേണ്ടി ഞാൻ അങ്ങനെ പരിപാടി പറഞ്ഞു. അതുകൊണ്ട് അച്ഛൻ ഈ മേടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് അങ്ങനെയാണ് എന്റെ ജീവിതം. ഞാൻ പഠിച്ച സ്കൂൾ. അത് കഴിഞ്ഞ് പിന്നെ ഒരു നമ്മുടെ സഭയുടെ ഒരു സ്കൂളിൽ 7 വരെ പഠിക്കാനായിട്ട് നമുക്ക് അവസരം ലഭിച്ചു. ആ സ്കൂളില് 3 വർഷവും ഈശ്വര പ്രാർത്ഥനയും ദൈവമേ കൈതൊഴാവും ഈശ്വര പ്രാർത്ഥനയും ദേശീയഗാനവും പാടാനുള്ള അവസരം ലഭിച്ചു. പക്ഷെ ഞങ്ങൾക്ക് ഒരു ഇതുണ്ടായിരുന്നു, അന്ന് ചേങ്ങലയാണ് മണി അടിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട നമുക്കൊക്കെ അറിയാവുന്ന കുഞ്ഞുടിച്ചാനായിരുന്നു അവിടുത്തെ ഓഫീസ് അസിസ്റ്റന്റ്. പുള്ളി താഴെ വരുമ്പോഴേ ഞങ്ങൾ ഈ കൊണ്ടുകൂടി മേടിച്ചിട്ട് മണി അടിക്കാൻ ശ്രമിച്ചു. ഒരു സാറിന് ഹെഡ് മാസ്റ്റർ 2ാമത് നമ്മുടെ കാച്ചേര സാറ് വരുമ്പോൾ ഇത് സമയമായെന്ന് തന്നെ. അന്ന് അദ്ദേഹം ഓഫീസിലെന്തോ പണി തീർക്കാനായിട്ട് നേരത്തെ എത്തി. പക്ഷെ ഞങ്ങൾ കയറി മണിയാണ് അടിക്കും. മണി അടിച്ചു കഴിഞ്ഞിട്ട് ഇവിടുത്തെ ക്ലാസ് തുടങ്ങേണ്ട സമയമായിട്ടുള്ള ഡിക്ലറേഷനായി. സാർ ഞങ്ങളെ കൊണ്ടുപോയി അടിച്ചു കഴിഞ്ഞിട്ട്, അടിക്കെന്ന് പറയുന്നത് അന്നത്തെ അടി അറിയാമല്ലോ, നല്ല ഗംഭീര അടിയാ. അത് അടിക്കാനും ഞുള്ളാനുമായിട്ട് നമ്മുടെ കാമ്പരത്തിലെ ഷമൽ സാറിന്റെ അടുത്തേക്കാണ് വിട്ടത്. അദ്ദേഹത്തിന്റെ അടിയും ഞുള്ളലും കണ്ടിട്ടുള്ളവർക്കും അനുഭവിച്ചിട്ടുള്ളവർക്കും അറിയാം. അതുകൊണ്ട് അന്നേ അവസരത്തിന് ഒരിക്കൽ കൂടി നന്ദി. എന്നെ ക്ഷമിച്ചതിനും നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു മിനിറ്റ് ഫോട്ടോ എടുക്കണം. ഈ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ കഥകളെല്ലാം എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. Yeah.
ചുമ്മാ പറഞ്ഞാലേ കുറിച്ചുണ്ട്. അല്ല ചോക്ലേറ്റ് ഒക്കെ ഇല്ലേ അച്ഛാ? ആർക്ക് വേണം? നിങ്ങൾ പാടിയില്ല, വേറെ ആരെങ്കിലും പാട്ട് പാട്. പിന്നെ സ്റ്റോറിയോ എന്തായാലും ആയിക്കോട്ടെ. അതേ കൊച്ചമ്മേന്റെ പാടും. പാട്ട് കിട്ടത്തില്ല. നിങ്ങൾ രണ്ടുപേരും കൂടി പോവാ. ആദ്യം കൊച്ചമ്മേന്റിക്ക് കൂടെ. കൊച്ചമ്മേന്റിക്ക് കൊടുക്കുന്നില്ല. അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ വിൺമയമാം ശരീരം ആവിൻരൂപി നൽകുമ്പോൾ എന്നെല്ലാം മാറിയിടുമേ. വിൺമയമാം ശരീരം ആവിൻരൂപി നൽകുമ്പോൾ എന്നെല്ലാം മാറിയിടുമേ. കുരുടനും കാഴ്ചയും ചെകിടനും കേൾവിയും ഊമനും ബധിരനും കുതിച്ചുയരും. കുരുടനും കാഴ്ചയും ചെകിടനും കേൾവിയും ഊമനും ബധിരനും കുതിച്ചുയരും. വിൺമയമാം ശരീരം ആവിൻരൂപി നൽകുമ്പോൾ എന്നെല്ലാം മാറിയിടുമേ. വിൺമയമാം ശരീരം ആവിൻരൂപി നൽകുമ്പോൾ എന്നെല്ലാം മാറിയിടുമേ. ആ സ്ഥലം അറിയപ്പെടുന്നത് അതും ഇതിലും താഴ്ന്ന ലെവലിലാണ് നിൽക്കുന്നത്. ആ പ്രദേശമല്ല, അതും മനുഷ്യനാൽ നിർമ്മിതമായിട്ടുള്ള പ്രദേശമാണ്. അങ്ങനെയുള്ള ഒരു പ്രദേശത്തു കൂടിയാണ് നാം ഇപ്പോഴും കടന്നു പോകുന്നത്. അതേപ്പറ്റി എനിക്കറിയാവുന്ന കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നന്ദി. എണ്ണമില്ലാത്ത കൃപകളിന ഇന്നയോളം നിന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻ ഭുജത്താൽ നിന്നെ താങ്ങിയ നാമമേ. ഉന്നം വെച്ച വൈരിയിൻ കണ്ണിൻ മുൻപിൽ പതറാതെ, ഉന്നം വെച്ച വൈരിയിൻ കണ്ണിൻ മുൻപിൽ പതറാതെ, കൺമണി പോ കാക്കും കരങ്ങളിൽ നിന്നെ മൂടി മറച്ചില്ലേ. കൺമണി പോ കാക്കും കരങ്ങളിൽ നിന്നെ മൂടി മറച്ചില്ലേ. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താൽ നിന്നെ താങ്ങിയ നാമമേ. യോർദാൻ കലങ്ങി മറിയും ജീവിത ഭാരങ്ങൾ, യോർദാൻ കലങ്ങി മറിയും ജീവിത ഭാരങ്ങൾ. ഏലിയാവിൻ പുതപ്പെവിടെ നിന്റെ വിശ്വാസ ശോധനയിൽ, ഏലിയാവിൻ പുതപ്പെവിടെ നിന്റെ വിശ്വാസ ശോധനയിൽ. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത
കൃപകളിന ഇന്നയോളം തൻ ഭുജത്താ നിന്നെ താങ്ങിയ നാമമേ നിനക്കെതിരായി വരും ആയുധം ഫലിക്കയില്ല നിനക്കെതിരായി വരും ആയുധം ഫലിക്കയില്ല നിന്റെ ഉടയവൻ നിന്നവകാശം തന്റെ ദാസരിൽ നീതിയവൻ നിന്റെ ഉടയവൻ നിന്നവകാശം തന്റെ ദാസരിൽ നീതിയവൻ എണ്ണി എണ്ണി സ്തുതിക്കുക എണ്ണമില്ലാത്ത കൃപകളിന ഇന്നയോളം തൻ ഭുജത്താ നിന്നെ താങ്ങിയ നാമമേ ഇന്നയോളം തൻ ഭുജത്താ നിന്നെ താങ്ങിയ നാമമേ. താങ്ക് യു. ഹിന്ദിക്കാർ പോക്കറ്റിലും മലയാളികൾ അടുപ്പിലും വെക്കുന്ന സാധനം. ഹിന്ദിക്കാർ പോക്കറ്റിലും മലയാളികൾ അടുപ്പിലും വെക്കുന്ന സാധനം. കലം. ഒരു പൂന്തോട്ടത്തിൽ നിറയെ പൂക്കളുണ്ട്. അത് ദിവസവും എണ്ണാറുണ്ട്. ഒരു ദിവസം എണ്ണിയപ്പോൾ ഒരെണ്ണം കുറവുണ്ട്. അപ്പോൾ എത്ര പൂക്കൾ? കണക്കൊക്കെ അറിയാവുന്നവർക്ക് ഒന്ന് ചിന്തിച്ചിട്ട് പറയാം. 47 എണ്ണാറുണ്ട് എന്നാണ് 47. ഒന്ന് പറയാം. ഓപ്പിയൊന്നും അടിച്ചാല് അവർ ഞാൻ നമുക്ക് ഒരുക്കുന്ന നന്മകളെ ഓർത്ത് നമുക്ക് നന്ദി പറയേണ്ട അവസരം തന്നതാണ്. പ്രശ്നങ്ങളുടെ മധ്യത്തിലും പ്രയാസങ്ങളുടെ മധ്യത്തിലും ദൈവം അത്ഭുതകരമായി നമ്മളെ നടത്തുന്ന ദൈവമാണെന്ന് ഒരിക്കൽ കൂടി ദൈവം തെളിയിച്ചു തന്നിരിക്കുകയാണ്. എന്നാൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്റെ ഒരു അനുഭവ സാക്ഷ്യം പറയാൻ പോകുന്നത് 1982 എനിക്ക് ഇറാഖിൽ പോകുവാനുള്ള അവസരം. ഇറാഖിൽ ചെന്നപ്പോൾ ഞാനൊരു പ്രത്യേക സ്ഥലത്ത് കാണാനായിട്ട് പോയി. ഒരു രാത്രി ട്രെയിനിൽ ഇരുന്നിട്ടാണ് ആ സ്ഥലത്ത് നിന്ന് ഇറങ്ങിയത്. അത് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ആ ഒരു പ്രത്യേക സ്ഥലത്ത് പോയി വിസിറ്റ് ചെയ്യാനായിട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഫോട്ടോ എടുക്കരുത്. അപ്പോൾ ഞാൻ ആ ഫോട്ടോ എടുക്കാതെ എന്റെ ക്യാമറ മാറ്റി വെച്ച് ഈ പോയി. ഞാൻ എന്നാൽ അത് കഴിഞ്ഞ് ഒരു ഭാഗത്ത് ചെന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ അനവധിയായ ആട് ഇങ്ങനെ മേഞ്ഞു നിൽക്കുന്നത് കാണുവാൻ സാധിച്ചു. കാരണം അത് കണ്ടു കഴിഞ്ഞപ്പോൾ അത് അബ്രഹാം ആടിനെ മേയിച്ചു നിർന്നതായ സ്ഥലമാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്തു. ഏകദേശം 10,000 ആടുണ്ട്. ഈ ആടിന്റെയൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട് ഞാൻ ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോയിരുന്ന ഒരു 16 പേരുണ്ട്. അപ്പൊ ഫോട്ടോ എടുക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു 5 വണ്ടി പട്ടാളം നേരെ അവിടെ വന്നിട്ട് നേരെ മേപ്പെട്ട് വെടിവെച്ചതിന് ശേഷം ഞങ്ങളെ എല്ലാവരെയും വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞു, എന്താണ് സംഭവിച്ചത്? ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ. അപ്പോൾ ആ ഒരു പട്ടാളക്കാരൻ വന്ന് എന്നോട് പറഞ്ഞു, നിന്നോട് നേരത്തെ ഫോട്ടോ എടുക്കരുതെന്ന് പറഞ്ഞതായ ആളല്ലേ നീ പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ ഫോട്ടോ എടുത്തത്? ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ ജീവിതത്തിൽ
ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതായ അബ്രഹാം ആടിനെ മേയിച്ച് നടന്നതായ സ്ഥലത്ത് അത് കണ്ടപ്പോൾ ഞാനൊരു ഫോട്ടോ എടുത്തെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എടുത്തത് തെറ്റാണെങ്കിൽ ഈ ഫോട്ടോ ഞാൻ തിരിച്ചു തന്നേക്കാം, ഈ റീൽ അങ്ങ് തിരിച്ചു തന്നേക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നീ എവിടുന്ന് വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഈ പേപ്പറുകളൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ മിനിസ്ട്രിയിലെ ആളാണ്. എന്നെ കാര്യങ്ങളൊക്കെ കാണിച്ചപ്പോൾ വണ്ടി മിനിസ്ട്രിയുടെ ആണ്. അപ്പോൾ എന്നെ പറഞ്ഞു കഴിഞ്ഞ് കാര്യങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞ് ഞാൻ എൻ്റെ ആ ഫോട്ടോ എടുത്ത് ഊരി അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ സ്ഥലമെന്ന് പറയുന്നത് എയർപോർട്ടാണ്, അണ്ടർഗ്രൗണ്ട് എയർപോർട്ടാണ്. ഇറാഖിന്റെ അണ്ടർഗ്രൗണ്ടിലുള്ളതായ ഏകദേശം 5 കിലോമീറ്റർ ചുറ്റുമുള്ളതായ ഒരു എയർപോർട്ടിന് മുകളിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഇത് നിങ്ങൾക്കറിയില്ല ഇത് ഏതാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടില്ല, പ്രൊഹിബിറ്റഡ് ഏരിയ ആണ്. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വിറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അവർ നിന്നോട് നേരത്തെ പറഞ്ഞില്ലേ നീ കയറി പോകുന്നതായ സ്ഥലത്ത് ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ വിട്ടതായ സ്ഥലം അബ്രഹാമിന്റെ വീടായിരുന്നു, ഊരിലാണ്. ഞാൻ അവിടെ ചെന്ന് ആ അബ്രഹാമിന്റെ ഭവനത്തിലേക്ക് പോകുമ്പോൾ എന്റെ ക്യാമറ വാങ്ങിച്ചത് വെച്ചത് ആ ഊരിന്റെ ഫോട്ടോ എടുക്കരുത്. എന്നാൽ ഞാൻ ആ ഊരിൽ പോയി അബ്രഹാമിന്റെ ഭവനത്തിൽ പോയി അവിടെ ചെന്ന് കുറെ നേരം ഇരുന്നു പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് അവിടുന്ന് ഒരു ഇഷ്ടികയൊക്കെ എടുത്ത് എന്റെ പോക്കറ്റിലിട്ട് ഞാനത് വന്ന അവസരത്തിലാണ് അവർ പറഞ്ഞത് മക്കളെ ഇത് അണ്ടർഗ്രൗണ്ടാണ്, അതുകൊണ്ട് നിനക്ക് ഒരു കാരണവശാലും ഇവിടെ നിനക്ക് ഫോട്ടോ എടുക്കാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ അവിടുന്ന് ഭാരപ്പെടുത്തി, വളരെ ഭാരപ്പെട്ടു. എന്തായിത്തീരും എങ്ങനായിത്തീരും എന്നാൽ ആ മിനിസ്ട്രിയിലെ ആളായതുകൊണ്ട് ഞാനൊരു റിഗ് ഓപ്പറേറ്ററായിരുന്നു. റിഗിന്റെ ഓപ്പറേറ്ററായിട്ട് അവിടെ വർക്ക് ചെയ്തുകൊണ്ട് എന്റെ പൊസിഷൻ അതായിരുന്നുകൊണ്ട് എനിക്ക് അവിടെ ഒന്നും സംഭവിച്ചില്ല. എന്നാൽ ഞാൻ അവിടെ നിന്ന് കരഞ്ഞുപോയി, ദൈവമേ അബ്രഹാം ആട് മേയിക്കുന്ന സ്ഥലത്തെ ഫോട്ടോ എടുക്കാനായിട്ട് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കിതുണ്ടായല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞ്, എന്നാൽ അവിടെ വെച്ച് എനിക്ക് ഒന്നും സംഭവിച്ചില്ല. എന്നെ അവര് അവിടുന്ന് കടന്നു വന്നിട്ട് അവരെനിക്ക് എന്നോട് പറഞ്ഞു സാരമില്ല നീ പോയിക്കോ. ആ പേപ്പറൊക്കെ വാങ്ങിച്ച് എന്നെ അയച്ചു കഴിഞ്ഞ് പിന്നെ എനിക്ക് പോകുന്നുള്ളതായ എല്ലാ സൗകര്യങ്ങളും അവര് ഒരുക്കി തന്നു. ആ അവസ്ഥ ഞാൻ ഇപ്പോൾ ഓർക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെ ഇറാഖിൽ പോയതുകൊണ്ട് നെബൂഖദ്നേസർ രാജാവിന്റെ സ്കെലിറ്റൻ കാണുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. അദ്ദേഹം ഉപയോഗിച്ചിരുന്നതായ റൈഫിള് ആ നെബൂഖദ്നേസർ രാജാവിന്റെ കൊട്ടാരം, ഹാങ്ങിങ് ഗാർഡൻ, അതുപോലുള്ളതായ എല്ലാ സ്ഥലങ്ങളും പോയി കാണുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അത് കഴിഞ്ഞ് ഏദൻ തോട്ടം എന്ന് പറയുന്നതായ ടൈഗ്രീസും യൂഫ്രട്ടീസും നദിയുടെയും വെള്ളത്തോട്ടിലായ ആ ഏദൻ തോട്ടത്തിൽ കയറി ചെന്ന് ആ ഭാഗങ്ങളിൽ ഇരിക്കുവാനും അതുപോലെ ബൈബിളിൽ കാണുന്ന എല്ലാ സ്ഥലങ്ങളിലും പോയി സഞ്ചരിക്കുവാനും പ്രാർത്ഥിക്കുവാനുള്ളതായ ഭാഗ്യം എനിക്ക് കിട്ടി. അങ്ങനെ ഒരു വർഷം ആ പ്രദേശത്ത് പോയിരുന്ന് വേറെ അനവധിയായ കാര്യങ്ങളുണ്ട്, പല പ്രയാസങ്ങളിൽ തന്നെ അവിടുന്ന് 3 ദിവസം അവിടെ ചെന്ന് ഒരു കൂട്ടായ്മ ആരംഭിക്കുവാൻ ദൈവം ഭാഗ്യം. 4 സ്ഥലങ്ങളിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ആ അവസരങ്ങളൊക്കെ ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ സഹായിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. നിങ്ങൾ വിചാരിക്കരുത് ഞാൻ ഏതാണ്ട് വൻകാര്യം ചെയ്തു എന്നില്ല. ഞാനിപ്പോഴും സീറോ ആയിട്ടിരിക്കുമ്പോൾ യേശു കർത്താവ് എന്റെ ഉള്ളിൽ ഹീറോ ആയി തീർന്നിരിക്കുന്ന ഒരു പാവപ്പെട്ട വ്യക്തിയാണ് ഞാൻ. നിങ്ങൾ എന്നെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണേ. എനിക്ക് അവസരം അച്ഛനുള്ളതായി നന്ദി അറിയിക്കണം. ദൈവം നമുക്ക് ആർക്കെങ്കിലും കലാപരിപാടികൾ അവതരിപ്പിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മുമ്പോട്ട് വന്ന് പാട്ട്